السلام عليكم ورحمة الله. الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا من يرتد منكم عن دينه فسوف يأتي الله بقوم يحبهم ويحبونه أذلة على المؤمنين അഇസ്സതൻ അലൽ കാഫിരീൻ. വേദിയിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ആദരണീയരായ പണ്ഡിതന്മാരെ, എൻ്റെ ശബ്ദം ലോകമെമ്പാടും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സത്യാന്വേഷികളെ, സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, വളരെ പരിമിതമായ സമയമാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പ്രോഗ്രാം ഇനി അവസാനിക്കാനുള്ളത്. തീർച്ചയായും ഈ പ്രോഗ്രാം കൊണ്ട് എന്താണോ നമ്മൾ ലക്ഷ്യം വെച്ചത്, ആ ലക്ഷ്യം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പൂർത്തീകരിച്ചതുകൊണ്ട് ഇനി 2 സംസാരങ്ങളുണ്ട്. അത് വിചാരിച്ചതുപോലെ തന്നെ പൂർത്തീകരിക്കണമെന്ന നിർബന്ധം ഇതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി ഒരിക്കലും പാലിക്കേണ്ടതില്ല എന്നെനിക്ക് തോന്നുകയാണ്. പന്നിപ്പാറ മുതൽ നന്ദി വരെയുള്ള സംവാദങ്ങളിലൂടെ ഒരു ചെറിയ യാത്രയായിരുന്നു ഉദ്ദേശിച്ചത്. എല്ലാ സംവാദങ്ങളിലും മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയാവുന്ന കുറേ പ്രത്യേകതകളും വളരെ ശക്തമായ ചില പ്രാധാന്യങ്ങളുമുണ്ട്. അതിലൊന്ന് സംവാദത്തിൽ ഉയർത്തിവിട്ട ചോദ്യങ്ങളായിരുന്നു. എല്ലാ സംവാദത്തിലെയും 1-ാം ചോദ്യത്തിലൂടെ കടന്നു ചെന്ന് എൻ്റെ സംസാരം അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. ഞാൻ സമയം പരിഗണിച്ചുകൊണ്ട് എൻ്റെ ഫ്രെയിമിൽ നിന്ന് മാറുകയാണ്. ഇവിടെ നമ്മൾ പ്രഖ്യാപിച്ച 23-ൻ്റെയും 25-ൻ്റെയും 27-ൻ്റെയും 30-ൻ്റെയും ഒക്കെ പരിപാടി നമ്മുടെ മുന്നിലുണ്ട്. ആ പരിപാടികളിൽ ഇൻഷാ അല്ലാഹ് വിശദമായി ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്ക് അവസരമുണ്ട്. എൻ്റെ സംസാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് 1 മിനിറ്റ് ഞാൻ ഒരു വാചകത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. സംവാദ ദിവസങ്ങളിലാണെങ്കിലും സംവാദത്തിൻ്റെ ശേഷമുള്ള ചർച്ചകളിലാണെങ്കിലുമൊക്കെ അതിന് നേതൃത്വം കൊടുത്തവരും അതിനുവേണ്ടി പ്രാർത്ഥിച്ചവരും അത് സംഘടിപ്പിച്ചവരും അതിൻ്റെ ഗുണകാംക്ഷികളായ ആളുകളുമൊക്കെ അവർ ചിരിക്കുന്നതും പുഞ്ചിരിക്കുന്നതും സന്തോഷിക്കുന്നതുമൊക്കെ മറുചേരി പരാജയപ്പെടുന്നതും മറുചേരി തകരുന്നതും കണ്ടിട്ടല്ല, മറിച്ച് തീർച്ചയായും ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ ഇടയ്ക്ക് അവർക്ക് തിരിച്ച് ചിന്തിക്കാനും തിരിച്ച് ചോദിക്കാനും ആലോചിക്കാനുമുള്ള ഒരു ഇടമുണ്ടെങ്കിൽ, ഇന്നൽ മുത്തഖീന മഫാസ ഹദായിഖ വ അനാബ വ കവാഇബ അത്റാബ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ സൂക്ഷ്മത പാലിക്കുന്നവർക്കും പ്രമാണങ്ങൾക്കൊപ്പിച്ച് സഞ്ചരിക്കുന്നവർക്കും വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട സ്വർഗം ലഭിക്കുമല്ലോ എന്ന സംതൃപ്തി മാത്രമാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു പ്രവർത്തനത്തിന്റെ പിന്നിലുള്ള ലക്ഷ്യം. മുമ്പാരോ സൂചിപ്പിച്ചതുപോലെ, മുമ്പാരോ പറഞ്ഞതുപോലെ, മുമ്പാരോ ആക്ഷേപിച്ചതുപോലെ ഇത് സ്പാനിഷ് കാളകളുടെ പോരും പരസ്പരമുള്ള സംഘം തിരിഞ്ഞുള്ള ആക്രമണവും എന്നതിൻ്റെ അപ്പുറത്ത് സത്യങ്ങളെ സത്യങ്ങളായി വേർതിരിച്ചറിയാനുള്ള ബോധപൂർവമായ ശ്രമമായിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനം തീർച്ചയായും സംവാദങ്ങൾ യഥാർത്ഥത്തിൽ കണ്ടിട്ടുള്ളത്. ഈ കടന്നുപോക്കിന്റെ ഇടയ്ക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൽ കഴിഞ്ഞ 1.5-2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ പ്രതിസന്ധി രൂപാന്തരം പ്രാപിച്ചപ്പോൾ ആ പ്രതിസന്ധികളുടെ ആസൂത്രകന്മാരും ആ പ്രതിസന്ധികളുടെ മൈക്കുകളായി സമൂഹത്തിൽ പ്രവർത്തിച്ചവരുമൊക്കെ ജനങ്ങളെ, വിശേഷിച്ച് സലഫി പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തിയൊരു ഭീഷണി ഉണ്ടായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചും ഓർഗനൈസേഷൻ സംവിധാനങ്ങൾ ശാസ്ത്രീയമായി കൊണ്ടു നടക്കുന്നവർക്കെതിരിൽ ലെറ്റർ പേഡും സീലും ഓഫീസുമില്ലെങ്കിലും അതിലേറെ വ്യവസ്ഥാപിതമായി ആസൂത്രിതമായി ഓർഗനൈസ്ഡായി പ്രവർത്തിച്ചൊരു കൂട്ടായ്മക്കു നേരെ ചില ആളുകൾ ഉന്നയിച്ച ആക്ഷേപങ്ങളിലും വെല്ലുവിളികളിലും വിമർശനങ്ങളിലും പെട്ട ഏറ്റവും ശക്തമായൊരു വിമർശനവും ഏറ്റവും ശക്തമായൊരു പേടിപ്പിക്കലും സലഫി പ്രവർത്തകരെ കൂടെ നിർത്താൻ വേണ്ടി എടുത്ത ഒരു ടെക്നിക്കും കഴിഞ്ഞ 1.5 വർഷങ്ങൾക്ക് മുൻപ് കൊടുവള്ളിയിൽ മുജാഹിദ് ഹൃദയങ്ങളെ മുഴുവൻ വേദനിപ്പിച്ചുകൊണ്ടും മുജാഹിദുകളുടെ ഇടനെഞ്ചത്ത് വിമർശനത്തിന്റെയും ഗ്രൂപ്പിന്റെയും അതേപോലെ തന്നെ പിളർപ്പിന്റെയും കത്തി കുത്തി കയറ്റിക്കൊണ്ടും നടത്തിയ ഒരു പ്രഖ്യാപനം കേൾക്കാൻ ഇപ്പോൾ രസമുണ്ട്. ആ പ്രഖ്യാപനവും ആ ഭീഷണിയും ഇപ്പോൾ കേൾക്കുമ്പോൾ ഈ സദസ്സിലിരുന്നും ലോകത്തെമ്പാടുമുള്ള പ്രദേശങ്ങളിൽ എന്റെ സംഭാഷണം കേൾക്കുന്ന, മുമ്പുള്ള സംഭാഷണങ്ങൾ കേട്ട, സംവാദങ്ങൾ ശ്രദ്ധിച്ച ആളുകൾക്ക് കേൾക്കുമ്പോൾ ഒരു ടിൻഡുമോൻ വിറ്റായി അത് അനുഭവപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ആള് നിങ്ങളോട് നേരിട്ട് സംസാരിക്കും, അയാൾ പറയട്ടെ. അപ്പൊ ഇത് വലിയൊരു സലഫിയത്താണ്, വലിയ ഒരു എന്തോ ഒരു സിദ്ധാന്തമാണെന്ന് വിചാരിക്കല്ല. നേരെ മറിച്ച് ഈ വാദം ഒരുത്തന് തലയിൽ കയറിയാൽ
പിന്നീട് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഖുറാഫിയുടെ മുന്നിൽ നട്ടലോടെ എഴുന്നേറ്റ് നിൽക്കാനുള്ള താക്കത്തുണ്ടാവില്ല. അള്ളാഹു നിർത്തൂല എന്ന് മനസ്സിലാക്കി, അള്ളാഹ് നിർത്തൂല എന്ന് മനസ്സിലാക്കി. ഇല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പോലുള്ള ചെറിയ ഇളം പ്രായത്തിലുള്ള ഏറ്റവും താഴെ തലമുറയിൽ ആളുകൾ പറയാ, ഒരു 10 മുഖാമുഖം കേരളത്തിന്റെ മണ്ണിൽ ഇവർ നടത്തോ? ജബ്ബാർ മൗലവിയും അതുപോലെ തന്നെ ഈ സക്കരിയ സലാഹിയും ഒരു 10 മുഖാമുഖം കേരളത്തിന്റെ മണ്ണിൽ നടത്തുമെങ്കിൽ, ഇതുപോലെ നടത്തുമെങ്കിൽ ഞങ്ങൾ പറയുന്നു 11ാമത്തെ മുഖാമുഖത്തിൽ അവർ ഈ വാദം തെറ്റാന്ന് പറഞ്ഞേ പറ്റുള്ളൂ. നടത്താൻ കഴിയില്ല. ഇപ്പൊ എന്താ പറയുക, മുഖാമുഖം എന്ന് പറഞ്ഞാല് അതൊന്നും പറ്റില്ല എന്നാ. നിങ്ങൾ നോക്കിക്കോ, വാദം പോവാണ്, വാദപ്രതിവാദം അതൊന്നും പറ്റൂല എന്ന് പറഞ്ഞു. മുഖാമുഖം വാദപ്രതിവാദം ആർക്കാ പറ്റാത്തത്? മുഖാമുഖം വാദപ്രതിവാദവും സുഹൃത്തുക്കളെ ആർക്കാ പറ്റാത്തത്? മംഗലാപുരം സംവാദത്തിലെ ഒരു ചോദ്യത്തിലൂടെ ഈ വിഷയം അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രൂവ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയമില്ല. മംഗലാപുരം സംവാദത്തിൽ മുജാഹിദുകൾ എന്താ തെളിയിച്ചത്? മുജാഹിദുകൾ ചർച്ച ചെയ്തത് റിസാലയും സിറാജും അങ്ങനത്തെ മാസികകളുടെ കെട്ട് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചത് വായിച്ചു പോയതല്ല. മുജാഹിദ് പ്രസ്ഥാനം കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളായി നടത്തിയ സംവാദങ്ങളിൽ നിന്നും വളരെ അടിസ്ഥാനപരമായൊരു വ്യത്യാസം, വളരെ ആഴത്തിലുള്ളൊരു വ്യത്യാസം. അതെന്താ അറിയോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദിന്റെ അസ്ലിലൂടെയാണ് പോയത്. സാധാരണ കഴിവ്, അസാധാരണ കഴിവ്, സാധാരണത്വം, അസാധാരണത്വം, കാര്യകാരണ ബന്ധം, ഭൗതികം, അഭൗതികം ഒക്കെ ആയത്ത് വെച്ച് തഫ്സീർ വെച്ച് ദാരിമിയുടെ മുന്നിൽ തെളിയിച്ചിട്ടാണ് മംഗലാപുരത്ത് നിന്ന് മുജാഹിദുകൾ വണ്ടി കയറിയത്. അതിന്റെ അതേ സന്ദർഭത്തിൽ മുജാഹിദുകൾക്കിനി സംവാദവുമായി രംഗത്ത് വരാൻ സാധ്യമല്ലെന്നും 10 മുഖാമുഖം കഴിഞ്ഞാൽ 11ാമത്തെ മുഖാമുഖത്തിന് ഇവർക്ക് പറ്റൂല എന്നും പറഞ്ഞ ആളുകളോട് പറയുന്നു, മുഖാമുഖം 200 കടക്കാൻ ഇനി ദിവസങ്ങളെ വേണ്ടൂ. മുഖാമുഖം 200 കടക്കാൻ ദിവസങ്ങളെ വേണ്ടൂ. സംവാദങ്ങളോ ഞങ്ങൾ ആരോടാ സംവാദം നടത്താൻ ബാക്കിയുള്ളത് എന്നുള്ള ലിസ്റ്റ് കല്ലായിൽ ഓഫീസിൽ ഏൽപ്പിച്ചാൽ മതി. ആവശ്യമെങ്കിൽ സമൂഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ അത് ഒരു സാമൂഹികമായ ആവശ്യമാണ് എന്ന് ഞങ്ങൾ ചർച്ച ചെയ്തതിന്റെ ശേഷം ബോധ്യപ്പെട്ടാൽ വേണ്ട വിധം വേണ്ടത് ഞങ്ങൾ ചെയ്തോളും. ത്വരീഖത്തുകാരോടുള്ള സംവാദം കഴിഞ്ഞു. ഇവിടെ FBയിൽ ഏതോ കുട്ടി പോസ്റ്റ് ഇട്ടു, പന്നിപ്പാറ മുതൽ പിന്നെ നന്ദി വരെ എന്ന പോസ്റ്റർ വന്നതിന്റെ തൊട്ടടുത്ത ദിവസം അല്ല, പന്നിപ്പാറ മുതൽ പരപ്പനങ്ങാടി വരെ ആക്കണമെന്ന്. ഇനി ഒരാഴ്ചയും കൂടി കഴിയുമ്പോ ടൈറ്റിൽ വീണ്ടും മാറും. ടൈറ്റിൽ നബിദിനവുമായി ബന്ധപ്പെട്ട സംവാദവും അനുബന്ധങ്ങളും വരുമ്പോ ടൈറ്റിൽ വീണ്ടും മാറും. ഇതൊരു അഹങ്കാരത്തോടുകൂടെ പറയുകയല്ല. ഹുനൈൻ യുദ്ധ ദിവസം സഫുകളിലേക്ക് നോക്കി നമ്മളിപ്പോൾ എല്ലാറ്റിനുമായിട്ടുണ്ട് എന്ന് സ്വഹാബികളിൽ ആരോ 2 പേര് ചിന്തിച്ചപ്പോൾ അള്ളാഹു പരീക്ഷിച്ചതുപോലെ പരീക്ഷിക്കപ്പെടാതിരിക്കാൻ വിനയപൂർവ്വം ഞാൻ എന്റെ സഹപ്രവർത്തകരോട്, ഇതിന്റെ മുന്നിൽ നിൽക്കുന്നവരോട് പറയുന്നു, സുഹൃത്തുക്കളെ, ഇഖ്ലാസ് കൈവിടാതെ നമ്മൾ മുന്നോട്ട് പോവുക. പറഞ്ഞതൊക്കെ നിങ്ങളടുത്തേക്ക് തിരിച്ചു വന്നതുപോലെ ഇതും ഞങ്ങൾ തിരിച്ചേൽപ്പിക്കുന്നു. ടാഗോർ സെന്റനറി ഹാളിൽ വെച്ച് ശിർക്കാരോപണം തിരിച്ചു വന്നതുപോലെ ദുർവ്യാഖ്യാനം തിരിച്ചു വന്നതുപോലെ വ്യക്തിയുടെ കൂടെ ഇറങ്ങിപ്പോയവരെന്നത് തിരിച്ചു വന്നതുപോലെ സംവാദങ്ങൾക്ക് യോഗ്യതയില്ലാത്ത നെട്ടല് നഷ്ടപ്പെട്ട സമൂഹമായിരിക്കും നിങ്ങളെന്ന ആരോപണവും ടാഗോർ സെന്റനറി ഹാളിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തി നിങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കുന്നു. ഇതേ സമയത്ത് ജിന്നി സിഹിറി വിഷയം വന്നതോടുകൂടെ ഇനി തൗഹീദും ബാക്കി കാര്യങ്ങളും കൊണ്ട് നടക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് 10 കൊല്ലം നടന്ന ആളുകളെയാണ് ഇപ്പോൾ മുന്നിൽ കിട്ടിയത്. വന്നത് എന്തിനറിയോ? നമ്മളെ അഡ്രസ് ചോദിച്ചാ വന്നത്. അഡ്രസ് ചോദിക്കണം, നിങ്ങൾ കേട്ടോളി. ഞങ്ങൾക്ക് കൃത്യമായി വാപ്പാനെ ചൂണ്ടിക്കാണിക്കാനുണ്ട്. കേരള നദ്വത്തുൽ മുജാഹിദീൻ അതിന്റെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകന്മാരാ ഞങ്ങൾക്കത് കൃത്യമായിട്ടുണ്ട്. ഇനി അതിങ്ങനെ തുടർന്നു പോരുമ്പോ 2002 പിളർപ്പുണ്ടായപ്പോഴും AV അബ്ദുറഹ്മാൻ ഹാജി പ്രസിഡന്റും ഹുസൈൻ മടവൂർ ജനറൽ സെക്രട്ടറിയുമായി അവിടെ നിങ്ങൾ തുടർന്ന് വീണ്ടും പോരാ. നിങ്ങൾ ആരാ പ്രസിഡന്റ്, നിങ്ങൾ ആരാ സെക്രട്ടറി, ആരാ, നിങ്ങൾ ഏത് വാപ്പാനെ കൊണ്ടുവരാ? ഞങ്ങൾ അവിടെ ചോദിച്ചാണ് പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളെ വാപ്പാന്റെ അഡ്രസ് തരാൻ പറ്റുമോ? സംവാദം മുടക്കാൻ ആകെ എടുത്ത ടെക്നിക്ക് ഇതായിരുന്നു. നിങ്ങളെ അഡ്രസ് എന്താ, നിങ്ങൾ ഓഫീസ് എവിടെ? ഇതിലാണ് കാര്യമായി പോയത്. കാരണം ഇവർക്കുള്ള ജമിയത്തുൽ ഉലമ എന്ന പേരിലുള്ള ഒരു സംവിധാനത്തിൽ തീരുമാനാക്കിയത് അങ്ങനെയാണ്, അതിൽ തെറ്റിയിട്ട് പോരാന്ന. പക്ഷേ ഇത് അങ്ങനെ തെറ്റിപ്പോരാൻ വേണ്ടി വന്നവരല്ല അപ്പുറത്തുള്ളത്. അതുകൊണ്ട് എഴുതിച്ചു നിങ്ങളെ. പിന്നെ നിങ്ങൾക്ക് പ്രസിഡന്റും പരമ്പര ഉണ്ടല്ലോ, നിങ്ങളെ സെനത് ഞാനൊന്ന് കൃത്യമായിട്ട് ഒരു പരിശോധനയ്ക്ക് വിധേയാക്കുമ്പോൾ നിങ്ങളെ അഡ്രസ്, നിങ്ങൾക്ക് ഇപ്പോഴുള്ള അഡ്രസ് ഉണ്ടല്ലോ, ആ അഡ്രസ് അത് കൃത്യമായിട്ട് ഒരു പരിശോധനയ്ക്ക് വിധേയാക്കുക. നിങ്ങൾക്ക് പ്രസിഡന്റ് ഉണ്ട്, നിങ്ങളെ പ്രസിഡന്റ് മൂപ്പരെ പറ്റിയും മൂപ്പരെ സംഘടനയെ പറ്റിയും പറഞ്ഞത്
വളരെ കൃത്യമായി ബഹുമാനനായ അബ്ദുൽ മാലിക് സൽഫി ഉദ്ധരിച്ചിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടോളൂ. പിന്നെ ഞങ്ങൾക്ക് എല്ലും കഷ്ണം കിട്ടിയോന്ന് ഞങ്ങൾ പറയും, ഞങ്ങൾക്കൊരു വാല് കിട്ടാൻ സുപ്രീം കോടതി പോകണ്ട, ഞങ്ങൾക്കൊരു മുൻസിഫ് കോഡിൽ ഒരു കേസ് കൊടുത്തപ്പോഴേക്കും സംസ്ഥാന സമിതി അയോഗ്യതരാക്കി. ഇതാ ഞങ്ങളുടെ പവർ. മനസ്സിലായോ? ഇങ്ങക്ക് ഒരു മർക്കസുദ്ദേവന് കൂടിയിരിക്കുന്ന ആളുകൾക്ക് മർക്കസുദ്ദേവന്റെ അഡ്രസ് കിട്ടാൻ സുപ്രീം കോടതി വരെ പോകണ്ട ഗതികേട്. ഓ എന്താ. പിന്നെ കിട്ടിയ വാല, നിങ്ങളെ അഡ്രസ് ഞങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അബ്ദുൽ മാലിക് സൽഫി പറയട്ടെ. ഇങ്ങോട്ട് വല്ലാതെ അടിന്റെ കാര്യം പറയണ്ട, ഇത് തീർന്നിട്ടില്ല. ഇതെന്താ നിങ്ങൾക്ക് സാധനം? അൽഫനാർ. ആരാ അടിക്കണത്? ഇത് മൊയ്തുസല്ലമി ലത്തീഫ് മൗലവിയല്ല, അബ്ദുസ്സലാം സുല്ലമിയും അബ്ദുൽ ഹമീദ് മദീനിയും അടിക്കുന്നു. ഇതാ അടിക്കണ കോലം ഞാൻ കാണിച്ചു തരാം. അടിക്ക മാത്രല്ല, ഹമീദ് മദീനി നുണയനാണ്. ഹമീദ് മദീനി നുണമറിഞ്ഞിരിക്കുന്നു. ആരാ പറഞ്ഞത്? ഞാൻ കേട്ടോ. എഴുതിയത് ശരിയാണെങ്കിൽ ഗ്രന്ഥകാരൻ എഴുതിയത് കളവാണെന്ന് ഉറപ്പായി. നിഷേധിക്കോ? അപ്പൊ ഉള്ള അഡ്രസ്സിന്റെ ഉള്ളിലെ ഓഫീസിന്റെ ഉള്ളിലെ സ്ഥിതി അപ്പത്. നിങ്ങളൊരു മീറ്റിംഗ് കൂടിയാ അബ്ദുസ്സലാം സുല്ലമി ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും. ഞങ്ങൾക്കറിയാം കൃത്യമായിട്ട്. ഞങ്ങളെ അജണ്ടയും ഞങ്ങളെ വിഷയവും അതല്ല. മാറ്റർ വേറെ കയ്യിലുണ്ട്. നിങ്ങളെ ഉള്ളിലെ പുകയിലും നിങ്ങളെ ഉള്ളിലെ പ്രശ്നമൊക്കെ ഞങ്ങൾക്കറിയാം. ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾക്കു നേരെ തിരിഞ്ഞു നിന്ന് ഞങ്ങളെ ഉള്ളിൽ പ്രശ്നമുണ്ട് എന്ന് തെളിയിക്കാനുള്ള ശ്രമങ്ങളാണല്ലോ കേരളത്തിൽ നടക്കുന്നത്. വൈകുന്നേരത്തെ 4 മണിക്കൂറിന്റെ മാറ്ററാണത്. നിങ്ങളെ ഇടയിൽ അടിസ്ഥാന വിഷയങ്ങളിലുള്ള തർക്കം. അത് യോഗം കൂടാൻ നിങ്ങൾക്ക് പറ്റൂല. യോഗം കൂടിയാൽ ഒരാൾ മറ്റയാളെ സംബന്ധിച്ച് നുണയനെന്ന് ആർത്ത് വിളിക്കുന്ന സംവാദവേദിയിൽ കേട്ടതിലേറെ വലിയ വാക്കുകൾ കേൾക്കേണ്ടോടത്തങ്ങളുള്ളത്. ഇത് ഇല്ലാത്ത സ്റ്റേജിലില്ലാത്ത രണ്ടാളെ പറ്റിയാണല്ലോ അല്ലെ. ഇനി ഞങ്ങൾ വളരെ കൗതുകപൂർവ്വം നിരീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. അബ്ദുസ്സലാം സുല്ലമി ഏറ്റവും വലിയ വിമർശിക്കപ്പെട്ട കഥാനായകനായിരിക്കെ അദ്ദേഹത്തെ സംവാദത്തിലേക്ക് കിട്ടാൻ വേണ്ടി ഞങ്ങൾ പുത്തനത്താണിയിൽ മുടിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പരിപാടിയുടെ ദിവസം മുതൽക്ക് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടില്ല. നന്ദിയിലെങ്കിലും നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുവരോ? നന്ദിയിലെങ്കിലും CP വരുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ വളരെ ശക്തമായ പ്രതിസന്ധികളുടെ കാരണമായി തന്നെയാണ് അദ്ദേഹത്തെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തത്. അദ്ദേഹം വിശദീകരിക്കട്ടെ. അദ്ദേഹം എണീറ്റെന്ന് വിശദീകരിക്കട്ടെ. സുഹൃത്തുക്കളെ, ജീവനോടുള്ള ഒരാള് അയാളുടെ ലൈന് വേദിയിൽ വെച്ച് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേട്ടുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ഫതുലക്കുമരി സൂചിപ്പിച്ചല്ലോ, സിറാത്തും തൊടാൻ മടി ഉണ്ടാവുന്നൊക്കെ. ആ ഇരിക്കുന്ന ആള് സിറാത്ത് അംഗീകരിക്കണ്ടോന്ന് സ്വകാര്യമായിട്ടൊന്ന് ചോദിച്ചു നോക്കി. മനസ്സിലായില്ലേ? ആ ഇരിക്കുന്ന ആള് സിറാത്ത് അംഗീകരിക്കണ്ടോന്ന് നിങ്ങള് സിംബാത്തിൽ വരുമ്പോ ഇതൊക്കെ നോക്കണ്ടേ? ആരെങ്കിലും പിടിച്ചു കൊണ്ടുവരാ? ഞങ്ങൾ 5 ഗ്രൂപ്പാണ് 8 ഗ്രൂപ്പാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ നാവ് എവിടെ പോയി? നാവ് എവിടെയും പോയിട്ടില്ല. നൗഷാദാസന്റെ മുമ്പിൽ വരെ നാവ് കൊണ്ട് മായാജാലം കാണിക്കുന്ന ആള് എന്തേ സുഹൃത്തുക്കളെ ചുണ്ടും കൂട്ടിയിരുന്നത്? അത് ഞങ്ങളെ പവറോ ഞങ്ങളെ നാവിന്റെ കരുത്തോ അല്ല. നേരെ മറിച്ച് എന്താ അറിയോ? തെളിവുകളുടെയും പ്രമാണങ്ങളുടെയും മാലപ്പടക്കങ്ങൾക്ക് മുന്നിൽ തളർന്നുപോയി, നിങ്ങൾ തകർന്നു പോയി. എന്താ ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് പറയാൻ പറ്റാതായി. ഞങ്ങൾ വെറുതെ പറഞ്ഞല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പരിശോധന നിങ്ങളെ കാര്യത്തിൽ ആവശ്യമാണ്. ഒരു ചോദ്യം, സംവാദത്തിന്റെ വിലയിരുത്തൽ, അതന്നെയാണ്. ഒരൊറ്റ ചോദ്യം മാത്രം എടുക്കുകയാണ് ഞാൻ. ഒറ്റ ചോദ്യം. ആ ചോദ്യത്തിലൂടെ അങ്ങനെ പോകാം നമുക്ക്. എന്താ ചോദ്യം? ചോദ്യം മറ്റൊന്നല്ല, ഖുർആനിന്റെ പേരിൽ നിങ്ങൾ വല്ലതും കെട്ടിപ്പറഞ്ഞിട്ടുണ്ടോന്നാണ് ചോദ്യം. വരട്ടെ. മൂന്നാമത്തെ ചോദ്യം, അള്ളാഹുന്റെ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം ഞങ്ങൾ അള്ളാഹുന്റെ ഖുർആനിന്റെ പേരിൽ കെട്ടിപ്പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ചോദ്യം മൻഹജിൽ തന്നെയാണുള്ളത്. ചോദ്യം വന്നപ്പോ മൂപ്പര് ചാടി എണീറ്റിട്ട് പെട്ടെന്ന് ആൻസർ ചെയ്ത്. വേറെ ആൻസർ പറയാൻ പറ്റൂലല്ലോ. എന്താ ഞങ്ങൾ കെട്ടിപ്പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾ കെട്ടിപ്പറഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? നിങ്ങളെ അമ്മാനെ മുമ്പ് അച്ഛന്മാർ ഇപ്പോഴും തല്ലലുണ്ടോ എന്ന് പറഞ്ഞ മാതിരത്തെ ചോദ്യമല്ലത്. ചോദ്യങ്ങളൊക്കെ അങ്ങനെയാണ്. എല്ലാ ചോദ്യങ്ങളും അങ്ങനെയാണ്. അപ്പൊ സ്വാഭാവികമായും അതിന് അദ്ദേഹം കൊടുത്ത മറുപടി നിങ്ങൾ കേട്ടോളൂ. ഖുർആനിൽ ഇല്ലാത്ത വല്ല കാര്യങ്ങളും ഖുർആനിനെ ഉള്ളതായി അല്ലെങ്കിൽ ഖുർആനിലേക്ക് ചേർത്തി വെച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് ആ പണിയുമില്ല. ഖുർആനിൽ ഇല്ലാത്തത് ഖുർആനിലേക്ക് ചേർക്കുന്ന പണിയില്ല, ഖുർആനിലുള്ളത് എടുത്തു കളയുന്ന പണിയുമില്ല. അതിലൊക്കെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള രോഗങ്ങൾ പിടിപെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വന്നിരിക്കുന്ന രോഗം നിങ്ങൾ സ്വയം ചികിത്സിക്കുക എന്നല്ലാതെ ഞങ്ങളുടെ തലയിലേക്ക് കെട്ടിവെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ആ പണിയൊക്കെ ഉണ്ട്. എല്ലാ പണി നിങ്ങൾക്ക് ഉണ്ട്. അടുത്തത്, നിങ്ങൾ ഖുർആനിൽ ഇല്ലാത്തത് ഖുർആനിന്റെ പേരിൽ പറഞ്ഞത് എടുത്തിട്ട് മെല്ലെ കൈ കൊടുത്തപ്പോഴൊക്കെ മൂപ്പര് 99 ഇതില്ല എന്നാണ്. 99 ഇതില്ല എന്നാണ്.
2002 എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോയോ ഇല്ലേ എന്നാണ് ചർച്ച. അതാണ് ചർച്ച. 2002 ജംഇയ്യത്തുൽ ഉലമയിൽ എടുത്ത തീരുമാനങ്ങൾ ഞങ്ങൾ പറഞ്ഞെടുത്തു. കെ മുഹമ്മദ് സുല്ലമിയാണ് എഴുതി ഒപ്പിട്ടത്. എഴുതുമ്പോ വാചകം എഴുതി കൊടുത്തൊരു വെട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ വരെ ഒപ്പിട്ടിട്ടുണ്ട്. അങ്ങനെ എടുത്ത തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോന്നിട്ടുണ്ടോ? ഈ പറയുന്നതൊക്കെ അതിനുള്ള കൃത്യമായ രേഖകളാണ്. കൃത്യമായ രേഖ 2002 ശേഷം തന്നെ 2011, 2002 ശേഷം തന്നെ 2004. സംഗതി എന്താ അറിയോ? ചെല്ലേണ്ടതാണ് ചെന്നപ്പോ, കിട്ടേണ്ടതാണ് കിട്ടിയപ്പോ തലങ്ങും പെരങ്ങും അടിയല്ലേ. ആ സംവാദം ശരിക്കിരുന്ന് കാണുന്ന ഒരാൾക്ക് സുഹൃത്തുക്കളെ ചോരിലേക്ക് ഇങ്ങനെ ചാരി നിർത്തിയിട്ട് മോന്തക്ക് തല്ലുന്ന ഫീലിങ്സ് അല്ല ഉണ്ടാകുക. അങ്ങനെ ഉള്ളൊരു സംഗതി ഇപ്പൊ ഞാൻ പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ അല്ലേ? ഉള്ളൊരു സംഗതി പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിഷേധിച്ചപ്പോ നിങ്ങൾ ഖുറാന്റെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള നിലയ്ക്ക് അബ്ദുൽ മാലിക് സലഫി അദ്ദേഹം തെളിവെടുത്തു, കാണിച്ചു. മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാ മൗലവി, മറുപടി ആവണം. എന്റെ ചോദ്യം എന്താ അവിടെ? അള്ളാഹുന്റെ ഖുർആനിൽ പറഞ്ഞ് പറയാത്ത ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹുന്റെ ഖുർആന്റെ പേരിൽ നിങ്ങൾ കെട്ടിപ്പറഞ്ഞിട്ടുണ്ടോന്നാ നിങ്ങൾ പറഞ്ഞു? ഇല്ല. എന്നാ കേട്ടോ തെളിവ്? ഞങ്ങളിത് വെറുതെ ചോദിക്കണമെന്നില്ല, എന്നൊക്കെ തെളിവ് കേട്ടോ. എന്റെ സാധാരണക്കാർ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇവിടെ സംഗീതം വേണം, മ്യൂസിക്കും വേണം, സിനിമയും വേണം, തോന്നിവാസം വേണം. അതിനൊക്കെ നിങ്ങൾ വേറെ തെളിവുണ്ടാക്കിക്കോ. അള്ളാന്റെ ഖുർആൻ തെളിവുണ്ടാക്കണ്ട. എന്താ നിങ്ങൾ എഴുതി വിട്ടത് കേട്ടോ? വിശ്വാസവും പുണ്യകർമ്മങ്ങളും ഉള്ളവനാണെങ്കിൽ അവന് സംഗീതം അനുവദനീയമാണെന്ന് ഖുർആൻ പ്രസ്താവിക്കുകയും ചെയ്യുന്നു. ഓ മൗലവി സാഹിബേ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അങ്ങനെ ഒരു ആയത്ത് അള്ളാഹുന്റെ ഖുർആനിൽ കാണിക്കാൻ? ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? അള്ളാഹുന്റെ ഖുർആനിന്റെ പേരിൽ വമൻ അളലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ഔ കദ്ദബ ബിആയാതിഹി എന്ന ആയത്താണ് നിങ്ങൾക്ക് വിറ്റാകുന്നത്. അള്ളാഹുന്റെ ഖുർആന്റെ പേരിൽ പച്ചക്കള്ളം എഴുതി വിട്ടിട്ടുണ്ട്. അത് അടുത്ത മറുപടിയിൽ ഈ മൗലവി ഈ ആയത്ത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ആയത്ത് ഓതുന്നുണ്ടോ ശരിക്കും ശ്രദ്ധിക്കണം. സംഗതി എന്താന്ന് വെച്ചാൽ ഈ രംഗമൊക്കെ നിങ്ങൾ നിരീക്ഷിച്ചാൽ ശരിക്കറിയാം പെട്ടെന്ന് വട്ടം കൂടുന്നുണ്ട്. ഇനിയിപ്പോ എന്താ നമ്മൾ കാട്ടുക എന്നാണ് ചർച്ച. ചർച്ചന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ നിർദ്ദേശം പറഞ്ഞു കാണും, നമുക്കൊന്ന് വാങ്ങി വായിച്ചു നോക്കാം. സംഗതി 999 ഒരു മറുപടി പറയുള്ളൂ. വല്ല വകുപ്പുണ്ടോന്നാ നോക്കണേ. വല്ല വകുപ്പുണ്ടോ നോക്കാൻ വേണ്ടി ഇപ്പൊ വാങ്ങി വെച്ചു. പിന്നെ പ്രതികരണമൊന്നുമില്ല. അപ്പൊ വാങ്ങി വെച്ചത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫി അദ്ദേഹത്തോട് പറഞ്ഞത് കേട്ടോളൂ. മൗലവി ആയത്ത് നോക്കാൻ ഞാൻ ബുക്ക് തന്നു. ആയത്തെവിടെ? ആയത്ത് പറയൂ. എന്റെ ചോദ്യം എന്താ? അള്ളാഹുന്റെ ഖുർആനിന്റെ പേരിൽ നിങ്ങൾ ഇല്ലാത്ത ആയത്ത് കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് സിനിമ ഉണ്ടാക്കിക്കോ. അള്ളാന്റെ ഖുർആന്റെ പേര് നുണ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അവിടെ കൊടുത്തു. ആ മുഴുവൻ വായിച്ചോ, ഇരുന്ന് വായിച്ചോ. ഇതൊക്കെ വായിച്ചിട്ടല്ല സംവാദത്തിന് വരേണ്ടത്. അല്ല, സംവാദത്തിന് വന്നിട്ട് അതൊക്കെ വായിക്കേണ്ടത്. മനസ്സിലായില്ലേ? അതൊക്കെ വായിച്ച് പഠിച്ചിട്ടാ സംവാദത്തിന് വരണ്ടേ. മനസ്സിലായില്ലേ? എന്താ നേതാക്കന്മാർക്ക് തൊള്ളി തോന്നി എഴുതി വിടുക, എന്നിട്ട് ഇവിടെ കുടുങ്ങുമ്പോ അത് എന്നിട്ട് വാങ്ങിയിട്ട് അടുത്ത ചോദ്യത്തിലെങ്കിലും ആയത്ത് പറയണം. ഖുർആൻ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ തരാം. അതും കൊണ്ടുവരാതെ ഇത് വന്നിട്ടെങ്കിൽ അതുകൊണ്ട് ആയത്ത് പറയണം. അള്ളാഹുന്റെ ഖുർആനിന്റെ പേരിൽ നിങ്ങൾ കളവ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അതിനുള്ള തെളിവ് ഞങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഞങ്ങൾ തന്നിട്ടുണ്ട്. അതിനപ്പുറവും ഇപ്പുറവും വായിച്ചു നോക്കിക്കോ. മുഴുവൻ വായിച്ചോ. 99 പറഞ്ഞു നിന്നാലേ തിരിച്ച് ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എന്ന് ഇവർക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്ത് ചെയ്തു എന്നറിയോ? കൊടുത്തത് മൂപ്പരെടുത്ത് വായിപ്പിച്ചു. നിങ്ങളെ കൊണ്ട് വായിപ്പിച്ചു. പച്ച മലയാളത്തിലുള്ളതായതുകൊണ്ട് ഇവർക്ക് വായിക്കാൻ നേരം കിട്ടി. നേരത്തെ ബുഖാരിങ്ങൾ കണ്ടല്ലോ, പച്ച മലയാളത്തിലുള്ളതായതുകൊണ്ട് അദ്ദേഹം വായിച്ചു. മൂപ്പരൊന്ന് വായിച്ചൊന്ന് വിശദീകരിക്കട്ടെ, അതും കാണാൻ വേറൊരു രസമുണ്ട്. നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിയത് എന്തേ വായിക്കാത്തത്? നിങ്ങളത് കയ്യിൽ നേരത്തെ വാങ്ങി, ഇപ്പൊ നമ്മൾ വായിക്കുന്നു. നിങ്ങൾ വായിച്ച സംഗതി അതിന് പൂർണ്ണമായി വായിച്ചുതരാം. സംഗീതവും സംഗീതോപകരണങ്ങളും നിഷിദ്ധമാണെന്ന് പറയുന്നവർ വ്യക്തമായ തെളിവ് കൊണ്ടുവരണം. അനുവദനീയമാണെന്ന് വാദിക്കുന്നവർക്ക് നാം മുകളിൽ ഉദ്ധരിച്ച അടിസ്ഥാന തത്വത്തിന്റെ തെളിവ് തന്നെ ധാരാളം മതി. എന്നാൽ ഇവ പുണ്യകർമ്മമാണെന്നും മതത്തിലെ ഒരു ആചാരമാണെന്നും വല്ലവനും വാദിക്കുകയാണെങ്കിൽ അപ്പോൾ അവൻ പ്രത്യേകമായ തെളിവ് തന്നെ ഹാജരാക്കണം. കേവലം അനുവദനീയമാണെന്ന് പറയുന്നവന് തെളിവ് ആവശ്യമില്ല. വിശുദ്ധ ഖുർആനിൽ സംഗീതവും സംഗീതോപകരണങ്ങളും നിഷിദ്ധമാണെന്ന് പറയുന്നില്ല. വിശ്വാസവും പുണ്യകർമ്മങ്ങളും ഉള്ളവനാണെങ്കിൽ അവന് സംഗീതം അനുവദനീയമാണെന്ന് ഖുർആൻ പ്രസ്താവിക്കുകയും ചെയ്യുന്നു. ബാക്കി കൂടി കേട്ടോ. ദാവൂദ് നബി അലൈഹി സ്വലാമൊക്കെ അള്ളാഹു നൽകിയ വേദഗ്രന്ഥമായ സബൂർ സംഗീതമായിരുന്നു. നബിയുടെ സുഹാബിമാരും മദ്ഹബിന്റെ ഇമാമുകളും പാട്ടുപാടി അതിന് ധാരാളം ഹദീസുകളും ചരിത്ര സംഭവങ്ങളും കാണാം. യാതൊരു സംഗീതോപകരണങ്ങളും ഇസ്ലാം വിരോധിച്ചതായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല.
സുഹാബിമാരുടെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഹാർമോണിയം കൊണ്ട് പാട്ട് പാടാറുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ചുകൊണ്ട് ഓർത്തത്. അപ്പോ ഒരു വിഷയത്തിന്റെ പൂർണ്ണഭാഗം എടുക്കാതെ അതിലെ കഷ്ടം മാത്രം എടുത്ത് ഖുർആൻ സംഗീതം അനുവദിക്കുന്നു എന്ന ഒരു വാചകം മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് ഖുർആൻ ഇല്ലാത്തത് പറയുന്നു എന്നാണ് കണ്ടുപിടുത്തം. അതാ ഞാൻ അവിടെ കൃത്യമായി പറഞ്ഞത്. എന്നിട്ടോ വായിച്ചിട്ട് എന്തായി? വായിച്ചിട്ട് ഒന്നും ആയില്ല. അപ്പൊ കൊടുത്തിന്റെ മേലെ ഒന്നും കൂടി കൊടുത്തു. നിങ്ങൾ കേട്ടോളി. ഞാൻ ഒന്നും കൂടി വായിച്ചു തരാം. എന്താ കേട്ടോളി. നിങ്ങൾക്ക് മലയാളം വായിക്കാൻ അറിയില്ല. വിശ്വാസവും പുണ്യകർമ്മവും ഉള്ളവനാണെങ്കിൽ അവന് സംഗീതം അനുവദനീയമാണെന്ന് ഖുർആൻ പ്രസ്താവിക്കുകയും ചെയ്യുന്നു. ആ ആയത്തോതാണ് ഞാൻ പറഞ്ഞത്. ഇത് വായിക്കാനല്ല, ആ ആയത്തോത്. ഇല്ലെങ്കിൽ തെറ്റാന്ന് പറ. തെല്ലി ചെക്കിബിറല്ലി ആയത്തോത് മൗലവി. അള്ളാഹുന്റെ ഖുർആൻ പറഞ്ഞതിനെ അള്ളാഹുന്റെ ഖുർആനിൽ പറയാത്ത കാര്യം അള്ളാഹുന്റെ ഖുർആൻ നിങ്ങൾ കെട്ടിപ്പറഞ്ഞിട്ടുണ്ട്. അതാണ് വ്യതിയാനം. അത് തന്നെയാണ് വ്യതിയാനം. ഇനി അതുകൊണ്ട് ഒരു ഗുണുണ്ടായി. മൂപ്പരെ എടുത്ത് വായിച്ചതുകൊണ്ടും അത് വായിക്കാൻ വാങ്ങിയതുകൊണ്ട് ഒരു ഗുണുണ്ടായി. ആ ഗുണം എന്താ അറിയോ? ഇപ്പൊ വായിച്ചു നിർത്തി അദ്ദേഹം ബാക്കി വെച്ചു എന്ന് പറഞ്ഞ ഭാഗം ഉണ്ടല്ലോ, ഒളിപ്പിച്ചു വെച്ചു എന്ന് പറഞ്ഞ ഭാഗം, അടുത്ത ചോദ്യം അയിമന്ന കേട്ടോളി. അയിമെന്നാണ് വിഖ്യാതമായ ഹാർമോണിയത്തിന്റെ ഹദീസ് വരുന്നത്. കേട്ടോളി. ഇനി എന്റെ അടുത്ത ചോദ്യം കേട്ടോ. ഇതിന്റെ ബാക്കി മുഴുവൻ വായിച്ചു. അതാണ് എന്റെ അടുത്ത ചോദ്യം. എന്താ? യാതൊരു സംഗീതോപകരണം ഇസ്ലാം വിരോധിച്ചതായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ചോദ്യം കേട്ടോ. സഹാബിമാരുടെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഹാർമോണിയം കൊണ്ട് പാട്ട് പാടാറുണ്ട് ബുഖാരി. ആ ബുഖാരി ഇങ്ങെടുക്കൂ. ഇവിടെ ബുഖാരി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. മൂജി സലീം ഒന്ന് എടുത്തു കൊടുക്കി. ആ ബുഖാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് വീട്ടിൽ അവരുടെ അതിഥികൾ വന്നാൽ ഹാർമോണിയം ഉപയോഗിച്ച് പാട്ട് പാടാറുണ്ട്. അള്ളാഹുന്റെ ഖുർആന്റെ പേരിൽ കളവ്, അള്ളാഹുന്റെ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ പേരിൽ പച്ചക്കള്ളം, അതും ഇമാം ബുഖാരിയുടെ പേരിൽ കളവ്. എടുക്കൂ ബുഖാരി, ആയത്തെടുക്കൂ, അതുപോലെ ബുഖാരി എടുക്കൂ. നിങ്ങൾ എന്താ വിചാരിച്ചത്? അപ്പൊ എന്താ മറുപടി അറിയോ? അതിപ്പോ തരാൻ ബുദ്ധിമുട്ടുണ്ട്, അടുത്ത ആഴ്ച തരാ. അത് അവന്താ 2002 വിഷയം. ഇത് 999 എന്ന് മൂപ്പര് മെല്ലെ 2002 ആദ്യം 2002 മറുപടി തുടങ്ങി. 2002 കഴിഞ്ഞ് പിന്നെ 2004 മറുപടി തുടങ്ങി. മെല്ലെ മൂക്കയറിട്ട് അദ്ദേഹത്തെ പിടിച്ച് കൊണ്ടുവന്നു. ഏതായാലും അദ്ദേഹത്തിനൊരു സങ്കടം പറയാണ്ട് അടുത്ത ആഴ്ചത്തേക്ക് ഒരു ഇളവ് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ആ ഇളവ് എന്താക്കണം നമുക്ക് ആലോചിക്കാം. നമ്മളങ്ങനെ ആലോചിക്കാതെ തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കും. പിന്നെ ചോദ്യം അവിടുന്ന് 2011 വിഷയങ്ങളിലെ ചോദ്യം, 10 കൊല്ലം കഴിഞ്ഞിട്ടുള്ള വിഷയങ്ങളിൽ, ആ വിഷയങ്ങളിലുള്ള ചോദ്യങ്ങൾക്കാണ് 8-ാം തീയതി വ്യവസ്ഥ വെച്ചിട്ടുള്ളത്. ഹദീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെ ബുഖാരിയിലെ ഹദീസുകൾ കൊണ്ടുതരാം. പക്ഷേ കാത്തിരിക്കണം 8-ാം തീയതി വരെ. അവിടെയാണ് വ്യവസ്ഥ. ഇന്നല്ല. നിങ്ങൾക്ക് വിഷയം മറന്നുപോയോ? കൂടെ പോകാൻ ആരും ഉണ്ടാവില്ല എന്ന് നമുക്ക് തോന്നിയപ്പോ അദ്ദേഹത്തിന് ഒരു എക്സ്ക്യൂസ് കൊടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് ചെറിയൊരു ഇളവ് അനുവദിക്കാൻ തീരുമാനിച്ചു. മെല്ലെ അങ്ങനെ ഉണ്ടല്ലോ, കോടതി കേസെടുക്കുമ്പോ എതിർഭാഗത്ത് വക്കീല് സംഗതി അവതരിപ്പിച്ച ചെറിയൊരു ഇടവേള, കേസ് ജസ്റ്റ് ഒന്ന് മാറ്റിവെക്കും. കേസ് നമ്മൾ അടുത്ത ശനിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ചെറിയൊരു എക്സ്ക്യൂഷൻ നിങ്ങൾ തന്നു. സഹീൽ ബുഖാരിലെ ആ ഹാർമോണി ഇൻഷാ അല്ലാഹ് നിങ്ങൾ അടുത്ത ആഴ്ച കൊണ്ടുവന്നാൽ മതി. ഹാർമോണി ഞങ്ങൾക്ക് അടുത്ത ആഴ്ചക്ക് വിട്ടുന്നു. എന്നാൽ ഈ ആയത്ത് അള്ളാഹുന്റെ ഖുർആന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞ കളവ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇല്ലാതെ തെറ്റാണെന്ന് പറയൂ. ഒന്നുകൂടി വ്യക്തമായി ആ തീരുമാനം ഒന്ന് മൂപ്പര് അറിയിച്ചാലേ മൂപ്പർക്ക് ഇനി സമാധാനമായിട്ട് അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ സംവാദ വേദിയിൽ. ഒന്നുകൂടി പറഞ്ഞുകൊടുക്കും. മൂപ്പര് പറഞ്ഞു ഹദീസ് അടുത്ത സംവാദത്തിൽ കൊണ്ടുവരും. ആയത്തെടുക്കി ഖുർആൻ ഞങ്ങൾ മധ്യസ്ഥന്മാരുടെ കയ്യിൽ കൊടുക്കുന്നു. അള്ളാഹുന്റെ ഖുർആന്റെ പേര് ഞങ്ങൾ കളവ് പറഞ്ഞു. വിടൂല ഞങ്ങള്. അള്ളാഹുന്റെ ഖുർആന്റെ പേര് കളവ് പറഞ്ഞു. ആ ഖുർആന്റെ അത് തരാൻ ആയത്തുമുണ്ടല്ലോ, അവിടെ ലാപ്ടോപ്പ് ഉണ്ടല്ലോ, കൊടുത്തോളൂ. അത് ഹദീസ് തരാനെ കുറച്ച് പണിയുണ്ടാവും. ഇൻഷാ അല്ലാഹ് അടുത്ത സംവാദം ഞങ്ങൾ ചോദിക്കും. മനസ്സിലല്ലേ? നിങ്ങൾ വിടൂല. ഞങ്ങള് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആന്റെ പേരിൽ കളവ് പറഞ്ഞിട്ടുണ്ട്. ആയത്തോത് മൗലവി നിങ്ങൾ. അങ്ങനെ ആ ദിനം വന്നെത്തി. അങ്ങനെ വരാമെന്ന് പറഞ്ഞ ദിനം വന്നെത്തി. അങ്ങനെ വന്നെത്തിയപ്പോ നമ്മൾ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് അത് വായിക്കാനുള്ള സമയമല്ല എന്നാ. കേട്ടോളി. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അതേ പേജിൽ 529 പേജിലെ വിഷയമുണ്ട്. വേണമെങ്കിൽ കൈ തരാം, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. വായിക്കാൻ ഈ സമയം പോരാ, നിങ്ങൾക്ക് തരാ, വായിച്ചോളി. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് ഇപ്പൊ എന്ത് ചെയ്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവസാനം ചെന്ന് നോക്കിയപ്പോ നിങ്ങളെ കൈ തരാ, നിങ്ങൾ വായിച്ചോളേന്നാണ്. അത് എന്തുകൊണ്ടാണ് അദ്ദേഹം വായിക്കാത്തത് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ സംവാദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ വെറുതെ പറഞ്ഞല്ല, അദ്ദേഹത്തെ ഇകഴ്ത്താൻ വേണ്ടി പറഞ്ഞതുമല്ല.
അതല്ല അദ്ദേഹത്തിന് അറിയുന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്നാണോ നന്ദിയിൽ പരിപാടി നടക്കുന്നത് അന്നൊന്ന് വായിച്ചാൽ മതി. ഇനി സംവാദ വേദിയിൽ തന്നെയുള്ള ചില സീക്രട്ടുകൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തുവിടാൻ കഴിയും. ബുഖാരി വെച്ച് നിങ്ങൾ ചെയ്ത ചില കളികൾ ഞങ്ങളെ കയ്യിലുണ്ട്. അതൊക്കെ കൂടെ പുറത്തിടേണ്ട ആവശ്യമല്ല. അല്ലാതെ തന്നെ ഞങ്ങളത് കഴിഞ്ഞിട്ടുണ്ട്. ആരോ FB-യിൽ ഇട്ടതുപോലെ ശവത്ത് കുത്തല്ലേ ഇനിയൊന്നും പറയല്ലേ എന്നറിഞ്ഞല്ലോ എന്ന് പറഞ്ഞതുപോലെ തൽക്കാലം ഞങ്ങളത് പറയണില്ല. നിങ്ങൾ ബുഖാരി കൊണ്ട് വരുന്നതും ബുഖാരിന്റെ ഉള്ളിൽ വേറെ ചിലത് വെച്ചതും ഒക്കെ യഥാർത്ഥത്തിൽ സംവാദവേദിയിലെ ക്യാമറകൾ പകർത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കത് അപ്പോ ആകാം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി. അവസാനം സംവാദം കലങ്ങിയപ്പോൾ അതിന്റെ പ്രതി ആരാണ്, കാരണക്കാരൻ ആരാണെന്നുള്ളത് സംവാദം കാണുന്ന ആർക്കും മനസ്സിലാകും. അതുകൊണ്ടാണല്ലോ സംവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബൈലക്സ് ക്ലാസ് റൂമിൽ പോലും എന്തുകൊണ്ട് മാലിക് സലഫിക്ക് 10 മിനിറ്റ് കൊടുത്തുകൂടാ എന്ന ചോദ്യം വന്നത്. നോക്കൂ സുഹൃത്തുക്കളെ, നിങ്ങൾ അദ്ദേഹം ഇവിടെ വളരെ ബോധപൂർവമാണ് ചെയ്തത്. ഒന്നാമത്തെ സംവാദത്തിൽ മുമ്പ് പറയുന്നുണ്ട്, ആ ഭാഗത്തുള്ള എല്ലാവരും എണീറ്റു. ആദ്യം എന്നാൾ എണീറ്റു, പിന്നെ എന്നാൾ എണീറ്റു. ഞങ്ങൾ ഒരാൾ മതി, ഈച്ചനെ കൊല്ലാൻ ഞങ്ങൾക്ക് തോക്കിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ രണ്ടാമത്തെ സംവാദം ആയപ്പോഴത്തിന് തോക്ക് മാത്രം എണീറ്റില്ല. തോക്ക് മാത്രം വന്നില്ല. വന്നത് മുഴുവൻ ടാങ്കറും ബോംബും ക്രൂയിസ് മിസൈലും ഒക്കെയാണ് വന്നത്. ഓരോരുത്തരായിട്ട് പോന്നല്ലോ. അലി മദനി പോന്നു, അസീസ് മദനി പോന്നു. ഓരോരുത്തരും വന്ന് വിഷയം അവതരിപ്പിച്ചു. എന്താ? ഓരോരുത്തരും ഓരോ പ്രബന്ധം അവതരിപ്പിച്ചു. വ്യത്യസ്ത വിഷയങ്ങളുടെ വ്യത്യസ്ത ഏരിയകൾ. അവരുടെ വിഷയാവതരണം കഴിഞ്ഞപ്പോൾ തോക്കിനെ ഏൽപ്പിച്ച പണി ഇത് കലക്കുക എന്നുള്ളതാണ്. അയാൾ അത് നടപ്പിലാക്കി. സംവാദം എടുത്ത് കണ്ടോളി. കാരണം എന്താ അറിയോ? ഇത് ഒരു ചോദ്യം ഞങ്ങൾ ഇവിടെ കണ്ടത്. ഇങ്ങനത്തെ 10 ചോദ്യമാണ് ഒന്നാമത്തെ സംവാദത്തിൽ ചോദിച്ചത്. അങ്ങനത്തെ 10 ചോദ്യമാണ് ഇനി നടക്കേണ്ടത്. അതെന്താണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ബൂമിങ് എന്നറിയാം. വാലും കൊണ്ട് അവിടെ ഇരിക്കല്ലാതെ ഒരാളും ഇങ്ങോട്ട് എത്തൂല. അപ്പൊ ഈച്ചനാട്ടിൽ മാത്രമേ പണി ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ സലാം സുല്ലമിയെ ഇപ്പോ സംവാദവേദിക്കും വിടൂല. ഇനി അദ്ദേഹത്തിന്റെ പേരിൽ വിവാദം നടന്ന സംവാദത്തിന്റെ മറുപടിക്കും അദ്ദേഹത്തിന് അവസരമല്ല. ഞങ്ങൾ 1-2 ആളുകൾ, ഞാനും മൂസിയും പിന്നെ ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫിയും ഞങ്ങളാണ് നന്ദിയിൽ അന്ന് സംസാരിച്ചത്. ഞങ്ങൾക്ക് മറുപടി പറയാൻ CP ഉമർ സുല്ലമി അടക്കമുള്ള ആളുകൾ വരുന്നു. എന്താ ഏറ്റുപറച്ചിലിനാണോ? CP ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഏറ്റുപറഞ്ഞൊരു വിഷയം വെച്ച് നിങ്ങളെ പിന്നീട് ഒരിടത്തും ഉപദ്രവിക്കുകയില്ല. ഇത് ഞങ്ങളുടെ നസീഹത്താണ്. ആ നസീഹത്ത് സംവാദത്തിൽ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങളെ പ്രതി ചേർത്ത് നിങ്ങളെ കൂട്ടിൽ കയറ്റി വിമർശിക്കലോ ക്രൂരമായി വേട്ടയാടലോ അല്ല ഞങ്ങളുടെ ലക്ഷ്യം. ഒന്നിച്ചുറങ്ങിയവർ, ഒന്നിച്ച് പ്രവർത്തിച്ചവർ, പരസ്പരം സ്നേഹിച്ചവർ, ഒരേ യോഗങ്ങളിൽ ഇരുന്നവർ, അയൽപക്കങ്ങളിൽ താമസിക്കുന്നവർ, സുഹൃത്തുക്കളെ, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കുമ്പോൾ നമുക്ക് ഒന്നിച്ചു പോകണം, അവിടെ ഒന്നിച്ചു കൂടണമെന്ന ലക്ഷ്യമല്ലാതെ ഒരു ലക്ഷ്യമല്ല. അത് ഞങ്ങൾ സംവാദത്തിലും പറഞ്ഞതാ. എന്ത്? നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതെന്നും കൂടി ഞങ്ങൾ പറയില്ല. ഈ വോയിസ് റെക്കോർഡ് ചെയ്തോ, ഈ ക്ലിപ്പ് എടുത്തു വെച്ചോ, എന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ നേരിടാം. അള്ളാഹുവിന്റെ ദീനിന്റെ നന്മ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. 5 എണ്ണം തിരുത്തിയാൽ ആ 5 എണ്ണം പിന്നെ പറയില്ല. 6-മത്തതിനെ പറ്റി പറയും. അതും നിങ്ങൾ തിരുത്താനാണ്. എല്ലാം ക്ലിയറായോ? മൻഹജും അഖീദയും പൂർണ്ണമായും ക്ലിയറായ ഒരു സമൂഹമായി നിങ്ങൾ വന്നോ? ഞങ്ങൾക്ക് പ്രസിഡന്റും സെക്രട്ടറി ഇല്ലാന്നല്ലേ പറയുന്നത്? ഞാൻ ആത്മാർത്ഥമായി ഈ ഇരിക്കുന്ന പുരുഷാരത്തെ സാക്ഷി നിർത്തി പറയുന്നു. 2 കസേരയിട്ട് നിങ്ങളെ ഇരുത്തും. ഇത് ആൾക്കൂട്ടത്തെ വികാരം കൊള്ളിക്കാനുള്ള വാചകങ്ങളല്ല. മറിച്ച് സുഹൃത്തുക്കളെ, ഇസ്ലാമിക പ്രബോധനത്തിന്റെ പൾസ് ഉൾക്കൊണ്ട ഈ സംഘടനയുടെ അഡ്രസ് എന്താണെന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾ പറയുന്നു, ഇതാണ് ഞങ്ങളുടെ അഡ്രസ്. വരികളിൽ ചുരുക്കാൻ പറ്റാത്ത, വാചകങ്ങളിൽ വിവരിക്കാൻ പറ്റാത്ത ഇഖ്ലാസിന്റെയും നിയ്യത്തിന്റെയും ആത്മാർത്ഥതയുടെയും അഡ്രസ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് ഓരോ ദൗത്യ സംഘങ്ങളെയും പറഞ്ഞയച്ചപ്പോൾ തോളിൽ പിടിച്ചുകൊണ്ട് നീ പോകുന്ന നാടിന്റെ അവസ്ഥ ഇതാണ്, അതുകൊണ്ട് ഇങ്ങനെയാകണമെന്ന് പറഞ്ഞ ആ മാനസികാവസ്ഥയിലാണ് ജബ്ബാർ മൗലവിയെ പോലെയുള്ള പി അബ്ദുൽ ലത്തീഫ് മദനിയെ പോലെയുള്ള ഹുസൈൻ സലഫിയെ പോലെയുള്ള സംഘടനാ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകളെ പോലെയുള്ള ആളുകൾ ഞങ്ങളുടെ പണ്ഡിതന്മാരെ, പ്രബോധകരെ ആ സംവാദവേദിയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. തെറ്റായൊരു കാര്യം തെറ്റാണെന്ന് പറയാൻ നിങ്ങൾ മടിക്കണ്ട എന്ന ആ ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ പറഞ്ഞയച്ചിട്ടുള്ളത്. ഞാൻ അവസാനിപ്പിക്കുന്നു. എന്റെ സമയം ഇനി 5 മിനിറ്റ് കൂടിയാണ് ബാക്കിയുള്ളത്. ബഹുമാന്യനായ അബ്ദുൽ മലിക് സലഫിയുടെ സംസാരം തടസ്സപ്പെടുത്താൻ വേണ്ടി
ഈ കരിമ്പിലാക്കൽ രംഗത്ത് വരുന്നത് നിങ്ങൾ കേട്ടോളൂ. ഈ പെരും കള്ളത്തരം എഴുതുപിടുകയും അത് നാവ് കൊണ്ട് പിന്നെയും പിന്നെയും ആവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇയാളുടെ ഇത്തരം നിലപാടുകളിൽ തീരുമാനമുണ്ടാക്കണം. ഈ കളവുകൾ, ഇങ്ങനെയുള്ള കളവുകൾ, ഇതിന് തീരുമാനമുണ്ടാക്കാതെ വിഷയം മുന്നോട്ട് പോകാൻ ഇനി പറ്റില്ല. ബുഖാരിയുടെ പരിഭാഷയിൽ നിന്ന് നിങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ഭാഗം അതിലേക്ക് ബാക്കിയുള്ള ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ വിമർശനങ്ങൾ സാധൂകരിക്കുവാൻ സാധിക്കുമെങ്കിൽ അതിന് തയ്യാറാവണം. ഞങ്ങൾക്ക് ഓർമ്മ വന്നു, മുന്നോട്ട് പോകാൻ അനുവദിക്കുകയില്ല എന്ന ഇതേ ശബ്ദം മുമ്പ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇടമുട്ടത്ത് നിന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. മധ്യസ്ഥൻ ഇടപെടണമെന്ന ആ ആക്രോശം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്കത് ഓർമ്മ വന്നു. അതിന്റെ ഇടയ്ക്ക് എനിക്കറിയാം, എന്റെ സുഹൃത്ത് സാബിർ നവാസ് അദ്ദേഹം ഇടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. സംവാദം ഇപ്പൊ മുടങ്ങും, സൂക്ഷിച്ചോളി എന്ന് അദ്ദേഹം ഇടയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. വാലുപൊക്കുന്നത് എന്തിനെന്ന് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ലല്ലോ. ഈ പോക്ക് പോയാൽ ഇത് മുന്നോട്ട് പോകാൻ സമ്മതിക്കൂല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതുകൂടി ചേർത്ത് വെച്ച് ഞങ്ങൾ ചിന്തിച്ച സ്ഥിതിക്ക് പേരോടനും വേണമല്ലോ ഒരു അവസരം. ഒരു കാര്യം, അത് വ്യക്തമായി ഒരു സഖാഫി എഴുതിയതിന് എന്തെങ്കിലും പറഞ്ഞു ഒപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിന്റെ ഞങ്ങളെ മുന്നിൽ നടക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ വാദപ്രതിവാദമാണിത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇത് നിങ്ങളെ സാധാരണ പ്രസംഗമല്ല. സാധാരണ പ്രസംഗത്തിൽ ആളുകൾക്ക് അറിയില്ല, അപ്പുറം നിങ്ങൾ മൂടി വെക്കുന്നത് മനസ്സിലാവൂല. നിങ്ങൾ മുമ്പേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഏർപ്പാട് നിർത്തണം. നിങ്ങൾ ഈ മുജാഹിദ് എന്ന് പറഞ്ഞ ആശയം തന്നെ കളവാണ്. ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ അബാഉകും. നിങ്ങളെ ഉപ്പാപ്പമാര് കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടുവരുന്നവർ കബളിപ്പിക്കുന്നവരാണ്, പച്ചക്കള്ളം പറയുന്നവരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് തെളിഞ്ഞിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് ഈ ഏർപ്പാട് നിങ്ങൾ നിർത്തണം. അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത് ശരിയായില്ല എന്ന് നിങ്ങൾ ഞങ്ങളെ മുന്നിൽ പറയണം. അല്ലാതെ ഈ വാദപ്രതിവാദം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? നിങ്ങൾ ഒരു കാര്യം, ഈ വഞ്ചനയിലൂടെയാണോ വാദപ്രതിവാദം കൊണ്ടുപോകേണ്ടത്? മുമ്പിലിരിക്കുമ്പോൾ ഇതൊന്നും തെളിയിക്കാൻ കഴിയൂല. കേക്ക് മനസ്സിലായില്ലേ? ഇത് വ്യക്തമായി തന്നെ എഴുതിയതാ. ഇപ്പൊ അവര് വായിച്ചല്ലോ. വായിച്ച ഈ ഇതിലുള്ളതാ, മഴതലുള്ളിലും സോവനീറിലുള്ളതാ. അതെ, ലാ ഇലാഹ എന്ന് മാത്രം പറഞ്ഞാൽ മുശ്രിക്കാവൂലേ? ഇല്ലല്ല വായിക്കണ്ടേ? വെറും ലാ ഇലാഹ വായിക്കല. ലാ ഇലാഹ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം, ഇല്ലല്ല കേട്ടേ. അതുകൊണ്ട് ഇത് തെളിയണം, അല്ലെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞ് പിൻവലിക്കണം. എല്ലാവരും അവനവന്റെ സ്ഥലത്ത് ഇരിക്കണം, സദസ്സിലിരിക്കണം. സദസ്സിൽ എല്ലാവരും. മനസ്സിലായല്ലേ? ഇത് തുല്യ അസുഖ സംഗതി, ഇത് രണ്ടും തുല്യ അസുഖാണ്. എന്നാൽ കഴിഞ്ഞ സംവാദത്തിൽ അദ്ദേഹം ഒരു വാചകം പറയുന്നുണ്ട്, നൗഷാദ് ഹസനെ കിട്ടി. ഞങ്ങൾക്കറിയാം നിങ്ങൾ നൗഷാദ് ഹസന്റെ അടുത്താണ് ഇത് പഠിക്കണത്. അദ്ദേഹം ഒന്ന് പറഞ്ഞോട്ടെ. അങ്ങനെ അബ്ദുൽ മാലിക്കും രംഗത്ത് വന്നു. ഞാനൊരു നൗഷാദ് ഹസൻ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ കിട്ടിയാളെ അത് വളരെ കറക്റ്റായിട്ട് കിട്ടി. നൗഷാദ് ഹസനിന്റെ പാർട്ടി എടുത്ത പണി, ഇടമുട്ടത്ത് അതേ പണി. ഞങ്ങളെ സമയത്ത് അലവി സഖാഫി മൈക്കയിൽ കയറിയതുപോലെ ആരാ മൈക്കിൽ കയറിയത്? അബ്ദുൽ മലിക് സലഫിയുടെ അതേ സമയത്ത് അതാ മൈക്കയിൽ ആര് കണ്ടോ? ആരാ സംവാദം മുടക്കിയതെങ്കിൽ അയാള് നിങ്ങൾ കണ്ടോളൂ. ഇനി 10 മിനിറ്റ് ഗണ്ണനം ബാക്കിയുള്ളത് സലഫി ദാവ വിങ്ങിൻ്റെതാണ്. അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ചോദ്യോത്തരത്തിലേക്ക് പ്രവേശിക്കും. അല്ല, ഇതിന് തീരുമാനം ഉണ്ടാക്കിയിട്ട് ബാക്കി തുറന്നാൽ മതി. ഈ കളവ് പറയുന്ന ആൾക്കാരുടെ മുന്നോട്ട് പറ്റില്ല. അല്ല, അത് പറ്റില്ല. മധ്യസ്ഥൻ ഇങ്ങനെ കളവ് മധ്യസ്ഥന് വായിച്ചിട്ട് തീരുമാനാക്കണം. മധ്യസ്ഥന് വായിച്ചിട്ട് തീരുമാനമാക്കണം. ഈ വിഷയത്തിൽ മധ്യസ്ഥൻ തീരുമാനമുണ്ടാക്കണം. മധ്യസ്ഥൻ വായിച്ചു പറയട്ടെ. മധ്യസ്ഥൻ വായിച്ചു പറയട്ടെ. ഇല്ലാന്ന് പറഞ്ഞോട്ടെ, പറ്റൂല. അല്ല, ഇങ്ങനെ കളവ് പറയുന്ന ഒരാളുടെ കാര്യത്തിൽ മധ്യസ്ഥൻ തീരുമാനം എടുക്കട്ടെ. സ്വയം മധ്യസ്ഥനായി വരേണ മൂപ്പര്. മധ്യസ്ഥൻ എന്താ പിന്നെ പണി? മധ്യസ്ഥന്റെ റോളും കൂടി മൂപ്പര് ഏറ്റെടുത്തു. മധ്യസ്ഥൻ പറഞ്ഞിട്ട് ആകണില്ല, മധ്യസ്ഥൻ പറഞ്ഞിട്ട് തെളിയണില്ല. മധ്യസ്ഥന്റെ റോൾ അദ്ദേഹം ഏറ്റെടുക്കണ കണ്ടോളൂ നിങ്ങൾ. ഞാൻ നിങ്ങൾക്ക് അവസരം തരാം, പക്ഷെ മധ്യസ്ഥന വിഷയത്തിൽ തീരുമാനമാക്കണം. ഭംഗിയായി നടക്കുവാൻ ഇരു വിഭാഗം പണ്ഡിതന്മാരുടെയും പൂർണ്ണമായ സഹകരണം ആവശ്യമാണ്. ഇപ്പോൾ ഇവിടെ സംസാരിക്കേണ്ടത് മധ്യസ്ഥന്മാരാണ്. ലത്തീഫ് മൗലവി ഇരിക്കണം. ഞാൻ നിങ്ങൾക്ക് അവസരം തരാം. അതെന്താ നിങ്ങൾ ഔദാര്യ? നിങ്ങൾ അവസരം ഞങ്ങളെ 10 മിനിറ്റ് പറയേണ്ടത് കൂടെ പറഞ്ഞാൽ നിങ്ങളെ അവസാന താണി അടിക്കും. നിങ്ങൾക്കറിയാം,
ശരിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ്. എന്നിട്ട് ബഹുമാനനായ അബ്ദുൽ മലിക് സലഫി ഒരു 10 മിനിറ്റ് കൂടി ചോദിച്ചു. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ 10 മിനിറ്റ് കൂടി എനിക്ക് സംസാരിക്കാൻ അനുവാദം തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നൗഷാദിന്റെ പണി എന്താ? നൗഷാദിന്റെ പണി, നൗഷാദ് ഹാസന്റെ പണി അത് പറയാന്നുള്ളത് നൗഷാദിന്റെ പണി എടുക്കണോരാ ഒന്ന് പറഞ്ഞു. കാരണം കോട്ടിമാട്ടല്, ബഹളം വെക്കല്, അതുവഴി ആളുകളുടെ ശ്രദ്ധ തിരിക്കല്, വിഷയത്തിന് മാറി സംസാരിക്കല്, അതിനൊക്കെ പറ്റിയ ആ ബിരുദം അവിടുന്ന് കിട്ടുന്നതാണ്. ആ മുതൽ ഏതാണ്ട് ഇങ്ങോട്ട് ചാടിയിട്ടുണ്ട്. അതേ പണി എടുക്കണേ കണ്ടോളി. എനിക്ക് 10 മിനിറ്റ് കൂടി തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എനിക്ക് 10 മിനിറ്റ് കൂടി തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എനിക്ക് 10 മിനിറ്റ് കൂടി തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? 100 മിനിറ്റ് തരാൻ ധൈര്യമുണ്ട്. പക്ഷേ മധ്യസ്ഥൻ ഈ വിഷയത്തെ തീരുമാനമുണ്ടാക്കിയേ മതിയാകൂ. ഇതാണ് ഇതാണ് ഖുറാഫി തന്ത്രം, ഇതാണ് ഖുറാഫി തന്ത്രം, ഇതാണ് ഖുബൂരിസം, ഇതാണ് ഖുറാഫി തന്ത്രം. ഉത്തരം മുട്ടുമ്പോൾ ഞാൻ എഴുതിയത് കളവല്ല, ഏറ്റവും വലിയ ഖുറാഫി, ഇത് കളവല്ല, ഏറ്റവും വലിയ ഖുറാഫി, ഇത് കളവല്ല. ഖുറാഫിയെ വെച്ച് പോകാൻ പറ്റില്ല. എന്താ ഞാൻ 100 മിനിറ്റ് തരാം, ഞാൻ സംസാരിച്ചു 100 മിനിറ്റ് തരാം. 10 മിനിറ്റ് ധൈര്യമുണ്ടോ? പക്ഷേ ഇത് ഖുറാഫി തന്ത്രമാണ്, കൃത്യമായ ഖുറാഫി തന്ത്രം. ഇടമുട്ടത്തെ ഖുറാഫി തന്ത്രങ്ങൾ കണ്ടോളി, ഇതാ കണ്ടോളി. ഇവിടുത്തെ ചർച്ച അതല്ല, അത് മനസ്സിലാക്കണം. ചർച്ച സുജൂദ് ചെയ്യാൻ പറ്റുന്നു പറഞ്ഞിരിക്കുന്നു എന്നുള്ള ചർച്ച. കണ്ടല്ലോ, അപ്പൊ ഇത് കൃത്യമായ ഖുറാഫി തന്ത്രം. എന്താ ഒരു 10 മിനിറ്റ് കൊടുത്ത 10 മിനിറ്റ് മധ്യസ്ഥന് ഇടപെടുന്നുണ്ട്. സഹോദരങ്ങളെ, ഇവിടെ മധ്യസ്ഥന്മാരായി ഞങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യവസ്ഥ പ്രകാരം ഈ സംവാദം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ്. ഇരു വിഭാഗത്തിനും അവരവരുടെ തെളിവുകൾ അവതരിപ്പിക്കുവാനുള്ള സമയം ഇവിടെ നൽകപ്പെട്ടിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും കാര്യത്തിൽ നമുക്ക് വീണ്ടും ചർച്ച വേണമെങ്കിൽ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഈ വ്യവസ്ഥ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിന് സമയം കാണുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്യാം. അതിലപ്പുറം ഇപ്പോൾ ഇതിനിടയിൽ തന്നെ നമ്മൾ സമയം കാണണം എന്ന് പറയുന്നത് ഈ വ്യവസ്ഥക്കെതിരാണ് എന്നാണ് മധ്യസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് വേറെ ആലോചിക്കാം എന്നടക്കം പറയുന്നുണ്ട്. പക്ഷേ നടക്കലായിരുന്നില്ല ആവശ്യം. എന്നാ പിന്നെ എങ്ങനെയാണ് വിട്ടുകൊടുത്തൂടായിരുന്നോ? വിട്ടുകൊടുത്തുകൂടാ. എന്തുകൊണ്ടെന്നറിയോ? പിന്നെ അടുത്തത് ഇതിമങ്ങനെ കൊക്കിക്കൊളത്തി ഇങ്ങനെ മെല്ലെ കൊണ്ടുപോവുക ചെയ്യാ. അതിലങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇത് കലക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അതുകൊണ്ട് സംവാദം നിങ്ങൾ മുടക്കിയത് കൊണ്ട് നടത്തിയതിലേറെ വലിയ റിസൾട്ട് സമൂഹത്തിൽ ഉണ്ട് എന്നത് നിങ്ങൾ മറക്കണ്ട. അത് വരും ദിവസം നിങ്ങൾക്ക് മനസ്സിലാകും. കേരളത്തിലെ ആയിരക്കണക്കിന് നിങ്ങളുടെ പക്ഷത്ത് നിന്നിരുന്ന ആളുകൾ ഞങ്ങളുടെ കൂടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ വന്നതുപോലെ ബാക്കി നിൽക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ അടുത്തേക്ക് വരും. അത് ഞങ്ങളെ സംഘടനാ സെറ്റപ്പ് കണ്ടിട്ടല്ല, അല്ലെങ്കിൽ വേറൊന്നും കണ്ടിട്ടല്ല. ഹക്കുണ്ട്, നിങ്ങളെ പോലത്തെ ഓഫീസ് ഞങ്ങൾക്കില്ല, നിങ്ങളെപ്പോലെയുള്ള വേറെ സംഗതികളൊന്നും ഒരുപക്ഷെ ഞങ്ങൾക്ക് ഉണ്ടാവുകയില്ല. ഞങ്ങളുടെ കൂടെ വിയർപ്പിന്റെ ഓഹരി വാലായി നിങ്ങൾക്ക് സമ്മതിച്ചു തന്നവരും അല്ലാത്തവരും ഒന്നിച്ചു ചേർന്നൊരു ടീമായി നിങ്ങൾ പോകുമ്പോൾ സഫ് കാലിയായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നേതൃത്വങ്ങളെ നാളെ അനുയായികൾ ഞങ്ങളുടെ നേതാക്കന്മാർ ചതിച്ചിരിക്കുന്നു റബ്ബേ. അതുകൊണ്ട് അവർ കരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന് പരലോകത്താർത്ത് വിളിക്കുന്ന അനുയായികളിൽ തൗഹീദിന്റെ പാതയിൽ സഞ്ചരിച്ച് അതിന് അടിയും ഏറും കുത്തും ഒരു കാലത്ത് കൊണ്ടവരുണ്ടാകരുത് എന്ന വികാരമല്ലാതെ നന്ദിയിലേക്ക് വണ്ടി കയറിയപ്പോൾ ഞങ്ങൾക്കുണ്ടായിട്ടില്ല, പന്നിപ്പാറയിലേക്ക് പോയപ്പോഴും ഉണ്ടായിട്ടില്ല, പത്തപ്പെരിയത്തേക്ക് പോയപ്പോഴും ഉണ്ടായിട്ടില്ല, മംഗലാപുരത്തേക്ക് പോയപ്പോഴും ഉണ്ടായിട്ടില്ല, പൂതപ്പാറയിൽ ചെന്നപ്പോഴും ഉണ്ടായിട്ടില്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു വ്യക്തിയുമായി സ്വതന്ത്ര സംവാദം നടത്തിയപ്പോഴും ഉണ്ടായിട്ടില്ല, പരപ്പനങ്ങാടിയിൽ 1.5 മണിക്ക് ലോകമുറങ്ങുന്ന രാത്രിയിൽ സംവാദം കൺക്ലൂഡ് ചെയ്യുമ്പോൾ ക്യാമറകളും റെക്കോർഡിംഗ് സംവിധാനവും ഇല്ലാതെയാണെങ്കിലും പരസ്യമായി സംവാദം നടക്കട്ടെ എന്ന് തീരുമാനിച്ചപ്പോഴും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റൂഹി തൊണ്ടക്കുഴിയിൽ നിന്ന് അവസാനിക്കുന്ന അവസാന നിമിഷമുണ്ട്. ആത്മവിചാരണകൾ തീർച്ചയായും നടക്കുന്ന ദിവസം. അന്ന് ചെയ്യാത്തത് ചെയ്തു കൊള്ളാമെന്ന് പറയുന്നവരിൽ നമ്മളാരും ഉൾപ്പെടരുതെന്ന വികാരം മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് പറയുന്നവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടരുത് എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത്.
മാത്രല്ല വഖൗലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ, ചിന്തിച്ചിരുന്നെങ്കിൽ, ബുദ്ധി പ്രയോഗിച്ചിരുന്നെങ്കിൽ, അന്ധമായ സംഘടനാ കക്ഷിത്വത്തിന്റെ ഫ്രെയിമിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നിരാകരിക്കാതിരുന്നുവെങ്കിൽ, കോടതിയിൽ കൊടുത്ത വാചകത്തിലെ ശരിതെറ്റുകൾ വിലയിരുത്തിക്കൊണ്ട് ഹദീസിന്റെയും ഖുർആനിന്റെയും മഹാനന്മകളെ സ്വീകരിക്കാതെ വിച്ഛേദിച്ച് മാറി നിൽക്കുന്ന സാഹചര്യം ഇല്ലാതിരുന്നെങ്കിലെന്ന് അന്ന് കൈകടിച്ച് വിരല് കടിച്ച് നുറുക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് പ്രിയപ്പെട്ടവരെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ബാക്കി നന്ദിയിൽ വെച്ച് നമുക്ക് സംസാരിക്കാം, നന്ദിയിൽ വെച്ച് കാണാം, കണ്ണൂരിൽ വെച്ച് നാളെ വിശദീകരിക്കാം, മറ്റന്നാൾ വിശദീകരിക്കാം, അതേപോലെ കേരളത്തിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വിശദീകരിക്കാം. സലഫി പ്രവർത്തകരോട് പറയുന്നു, ഒരിക്കലും ഇത്തരം ഒരു സംസാരം അങ്ങാടിയിൽ നടക്കുമ്പോൾ, പള്ളിയിൽ നടക്കുമ്പോൾ ഏറ്റവും ചെറിയ ശബ്ദത്തിൽ സംസാരിക്കുന്നവർ നിങ്ങളാവുക, പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നവർ നിങ്ങളാവുക, അവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞുവെന്ന മാനസികാവസ്ഥ ഇല്ലാതിരിക്കുക, അവരെ തിരുത്താനുള്ള ഒരു ശ്രമത്തിന് കഴിഞ്ഞു. അതിൽ നമ്മുടെ പണ്ഡിതന്മാർക്ക് ദൗത്യം നിർവഹിക്കാൻ സാധിച്ചു. ഇനിയും 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 കഴിയട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടെ മുന്നോട്ട് പോവുക. അള്ളാഹുവിന്റെ ദീനും അതിന്റെ സ്ട്രീമും അതിന്റെ ദഅവത്തും അതിന്റെ കൂട്ടായ്മയും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന നിലപാടുമായി നിങ്ങൾ മാറിപ്പോയാൽ അള്ളാഹു പകരക്കാരെ കൊണ്ടുവരും. ആ പകരക്കാർ ചരിത്രത്തിൽ നിങ്ങളെ നിരന്തരം ഓർമ്മപ്പെടുത്തുമ്പോൾ ആളുകൾക്ക് വേദനയുണ്ടാകും. തിരുത്താൻ എല്ലാ തരത്തിലുള്ള ആളുകൾക്കുമുള്ള അവസരമായി ഇത്തരം കാര്യങ്ങളെ കാണുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.